ഹായ്, ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് തിരികെ പോരുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് കാണാനുള്ളത് വെൻലോക്ക് ഡൗൺസ് ഷൂട്ടിംഗ് പോയിൻ്റ്, പിന്നെ പൈൻ ഫോറസ്റ്റ് ഇവയൊക്കെയാണ്. രാവിലെ 9 മണിക്ക് ഊട്ടിയിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഊട്ടിയിൽ നിന്നും പൈൻ ഫോറസ്റ്റ് കാണാൻ പോകുമ്പോൾ ഹൈവേക്കരികിലായിട്ടുള്ളൊരു തടാകമാണിത്. തടാകത്തിനു കുറുകെ നിർമ്മിച്ച പഴയൊരു നടപ്പാലവും കാണാം. ഊട്ടിയിൽ നിന്നും ഗുണ്ടൽപേട്ടിലേക്കുള്ള നാഷണൽ ഹൈവേക്ക് സമീപത്ത് തന്നെയാണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ₹30 ഇവിടുത്തെ എൻട്രി ഫീസ്. ഒരു കുന്നിൻ ചെരുവിലാണ് ഈ പൈൻ ഫോറസ്റ്റ്. സൈബീരിയൻ ഡ്വാർഫ്, പൊട്ടോസി പൈൻ, പോണ്ടറോസ എന്നിങ്ങനെ വിവിധ തരം പൈൻ മരങ്ങൾ ഇവിടെയുണ്ട്. ഊട്ടിയിലെ പ്രധാനപ്പെട്ട ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണിത്. നൂറ് വർഷം മുതൽ 1000 വർഷം വരെയാണ് ഒരു പൈൻ മരത്തിന്റെ ശരാശരി ആയുസ്. 1000 വർഷത്തിന് മുകളിൽ ആയുസ്സുള്ള പൈൻ മരങ്ങളും ഈ ഭൂമുഖത്തുണ്ട്. പൈൻ ഫോറസ്റ്റിന് സമീപത്തായിട്ടുള്ള ഒരു തടാകമാണിത്. ഈ തടാകവും പൈൻ ഫോറസ്റ്റുമെല്ലാം ഒട്ടേറെ മലയാള സിനിമകളിലും ഹിന്ദി സിനിമകളിലും നാം കണ്ടിട്ടുണ്ട്. ഊട്ടിയിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ പൈൻ ഫോറസ്റ്റ് കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അല്പം ദൂരെയായി കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ പൈൻ ഫോറസ്റ്റും അതിനടുത്തു നിന്നുള്ളൊരു വ്യൂ പോയിന്റും കാണാനാണ് ഇനി പോകുന്നത്. ടൂറിസ്റ്റുകൾക്ക് പൈൻ ഫോറസ്റ്റിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫർമാർ ഇവിടെയുണ്ട്. അവർ എടുത്തിട്ടുള്ള ഫോട്ടോകളാണ് ഇവിടെ മരത്തിന് മുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ചെറിയ പുല്ലുകളുള്ള കുന്നുകളും അതിന് താഴെയായി കൃഷിസ്ഥലവും ചെറിയൊരു തടാകവും കാണാം. വെൻലോക്ക് ഡൗൺസ് കാണാനാണ് ഇനി പോകുന്നത്. വെൻലോക്ക് ഡൗൺസിന്റെ എൻട്രൻസ് ആണിത്. ഷൂട്ടിംഗ് പോയിന്റ് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ചെറിയ പുല്ലുകൾ നിറഞ്ഞ ഒരു കുന്നാണിത്. ഒട്ടേറെ ടൂറിസ്റ്റുകൾ ഇതിനു മുകളിലുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതിനു മുകളിൽ നിന്നും ലഭിക്കുന്നത്. പ്രശസ്തമായ പല സിനിമകളും ഇവിടെ നിന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ പുൽമേടുകൾക്കിടയിലൂടെ ഒരു റോഡും കടന്നു പോകുന്നുണ്ട്.
കേരളത്തിൽ നിന്നും സ്റ്റഡി ടൂറിന് വന്ന കുട്ടികളാണ് ഇതെല്ലാം. രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം. ഊട്ടിയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടേക്കുള്ള എൻട്രി ടൈം. പൈക്കര ഡാമാണിത്. പൈക്കര വാട്ടർഫാൾസ് കാണാനാണ് ഇനി പോകുന്നത്. ഹൈവേയിൽ നിന്നും 300 മീറ്റർ ദൂരമുണ്ട് വാട്ടർഫാൾസിലേക്ക്. ടൂറിസ്റ്റുകൾ വരുന്ന വാഹനങ്ങൾ ഹൈവേക്കരികിലെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തതിനു ശേഷം നടന്നു പോവുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വാഹനത്തിൽ കയറി വാട്ടർഫാൾസിന്റെ ടിക്കറ്റ് കൗണ്ടറിനടുത്ത് വരെ പോകാം. ഇവിടെയാണ് വാട്ടർഫാൾസിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും. ഒരാൾക്ക് 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. വീഡിയോ ക്യാമറയ്ക്കുള്ള 100 രൂപ ഉൾപ്പെടെ 130 രൂപയാണ് എനിക്ക് ടിക്കറ്റ് ചാർജ് ആയത്. ടിക്കറ്റ് കൗണ്ടറിനടുത്തു നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വാട്ടർഫാൾസിന് അടുത്തെത്താൻ. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. ഊട്ടിയിൽ നിന്നും 21 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാട്ടർഫാൾസ്. ചെറിയൊരു വാട്ടർഫാൾസ് ആണിത്. പൈക്കര നദിയിലാണ് ഈ വാട്ടർഫാൾസ്. മുകുർത്തി കൊടുമുടിയിൽ നിന്നാണ് പൈക്കര നദി ഉത്ഭവിക്കുന്നത്. പൈക്കര നദിയുടെ പേരിൽ തന്നെയാണ് ഈ പ്രദേശവും അറിയപ്പെടുന്നത്. വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം തിരികെ പോവുകയാണ്. തിരികെയുള്ള യാത്രയിൽ ഹൈവേയിൽ കാശ്മീരിലേക്ക് 2778 കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഊട്ടിയിൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ ബാക്കിയാണ്. മറ്റൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായി അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.